ഒരു ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഒമാൻ ഉൾക്കടലിൽ ഒരു ടാങ്കറിൽ US സൈന്യം നടത്തിയ ആക്രമണത്തെ തുടർന്ന് കാണാതായ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. ഒമാനിൽ നിന്ന് US സൈന്യം ടാങ്കറിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നാവികരെ കാണാതായതായി ഒരു വാർത്തയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള തെരച്ചിലുകൾ ഒമാൻ സർക്കാരും നമ്മുടെ ഭാരത സർക്കാരും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് 3 പേരുടെയും കാണാതായ 3 നാവികരുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ ഒരു നിർണായകമായ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് തങ്ങളുടെ സൈന്യം കപ്പലിൽ ആക്രമണം നടത്തിയതായി US ഇപ്പോൾ വ്യക്തമായി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കറാണ് ഇതെന്നും US പറയുന്നു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ സൊറ്റബോലയ്ക്ക് നേരെ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണത്തിലാണ് 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കാണാതായിരുന്നു എന്നാണ് വിവരം. അതോടുകൂടിയാണ് ഇപ്പോൾ ഒമാൻ അധികൃതരും അതോടൊപ്പം തന്നെ ഭാരത സർക്കാരും ഈ ഇന്ത്യൻ നാവികരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ ആക്രമണം നടക്കുമ്പോൾ കപ്പലിലെ ആകെ 24 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 21 പേരെ സുരക്ഷിതരായി രക്ഷപ്പെടുത്തിയെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമായി പറയുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി തന്നെയാണ് അപലപിക്കുന്നത്. കപ്പലുമായുള്ള ആശയവിനിമയം ഇപ്പോഴും പൂർണ്ണ സ്ഥിതിയിലേക്ക് ആയിട്ടില്ല. അത് ഇപ്പോഴും തകരാറിലാണെന്ന് FSUA ജനറൽ സെക്രട്ടറി മനോജ് യാദവ് പറയുന്നുണ്ട്. അമേരിക്കയുടെ ഈ നീക്കത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി നാഗരാജ് നായിഡു അമേരിക്കൻ അഫയേഴ്സ് ചുമതലയുള്ള ജേസൺ മിക്സിനെ വിളിച്ചു വരുത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക നയതന്ത്ര കുറിപ്പ് മിക്സൺ കൈമാറിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അതായത് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെയും ഇന്ത്യയുടെയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ വീഴാനുള്ള കാരണമുണ്ട്. ഫ്രാൻസിൽ നടക്കുന്ന, അതായത് ഈ മാസം ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇത് വലിയ രീതിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കൊമ്പ് കോർക്കുന്ന ഒരു വിഷയമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ ഇന്ത്യ അമേരിക്കയും ഇനി വരും ദിവസങ്ങളിൽ ഒരു കടുത്ത രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് ഇന്ത്യ പോകാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകില്ല. സെപ്റ്റംബറിലേക്ക് നേരെ ഉണ്ടായ അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന കടുത്ത രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. നാവികരുടെ ജീവനും അന്താരാഷ്ട്ര ഷിപ്പിംഗിന്റെ സുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടാകുന്ന ഏതൊരു പ്രവൃത്തിയും ഒരു കാരണവശാലും അതിനെ വച്ചുപറപ്പിക്കില്ല, അതിൽ ഒരു കാരണവശാലും സ്വീകാര്യമായ ഒരു നിലപാടെടുക്കില്ല എന്ന് സംഘടന വ്യക്തമാക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും മാനിക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടാകുന്നതെന്നും അതോടൊപ്പം തന്നെ ജീവഹാനി വരെ സംഭവിക്കുന്നതെന്ന് സംഘടന കുറ്റപ്പെടുത്തുന്നു. സമുദ്രപാതകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ബാധ്യസ്ഥരാണെന്നും IMOA ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിനും വാണിജ്യ കപ്പലുകളുടെ സംരക്ഷണത്തിനും അടിയന്തര നടപടികൾ വേണമെന്ന് ഇന്ത്യ ഇപ്പോൾ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ സുരക്ഷിതമായ നാവിഗേഷൻ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ ശക്തമായി തന്നെ, അതായത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തന്നെ ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുകയാണ്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വളരെയധികം ഒരു ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ നേരിട്ടുള്ള ഫലമാണെന്ന് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. സംഘർഷങ്ങൾ ഉടനടി കുറയ്ക്കണമെന്നും നയതന്ത്രപരമായ പരിഹാരത്തിനായി ചർച്ചകൾ നടത്തണമെന്നും ഇന്ത്യ ഇപ്പോൾ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നു. ഇതിലൂടെ മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കണമെന്നാണ് രാജ്യം ഇപ്പോൾ നിർദ്ദേശം നൽകുന്നത്. മേഖലയിലെ വാണിജ്യ ഷിപ്പിംഗും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണം. കൂടാതെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി മേഖലയിലെ അന്താരാഷ്ട്ര ജലപാതകളുടെ സ്വാതന്ത്ര്യം കൂടാതെ തടസ്സമില്ലാത്തതുമായ നാവിഗേഷൻ വാണിജ്യം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യ പറയുന്നത്. കൂടാതെ ഇപ്പോൾ ഈ ആക്രമണത്തിന് ബാധ്യതയായ കപ്പൽ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണെന്നും സ്ഥിതിഗതികൾ സംബന്ധിച്ച് പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ഒമാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നു. ഒമാൻ തീരത്ത് അമേരിക്കൻ നാവികസേനയുടെ ആക്രമണത്തിൽ തീപിടിച്ച പലാവു പതാകയുള്ള ടാങ്കിൽ നിന്ന് 24 ഇന്ത്യൻ ജീവനക്കാരെയാണ് ഒമാൻ സർക്കാർ രക്ഷപ്പെടുത്തിയത്. അതിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള നന്ദി ഒമാനോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിൽ കടുത്ത രീതിയിലുള്ള ഒരു വിള്ളൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. ഇനി ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഫ്രാൻസിലേക്ക് പോകുമ്പോൾ അവിടെ ട്രംപ് ഉണ്ടാകുന്ന സമയത്ത് നരേന്ദ്രമോദി എന്തായാലും ട്രംപുമായിട്ട് രാഷ്ട്രീയ വിനിമയം നടത്താനുള്ള സാധ്യത 99% കുറവാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.